നമസ്കാരം. ആയുർജീവനാണ്. സന്യാസം എന്നാൽ തൻ്റെ മാത്രം പുരോഗതിയും മോക്ഷവുമല്ല, തൻ്റെ കൂടെ ഇതുവരെ തന്നോടൊപ്പം നിന്നവരുടെ മോക്ഷവും കൂടിയാണ്, അവരുടെ സുഖമാണ്, അവരുടെ ഭൂമിയിലെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ അവർ ഭൂമിയിൽ നിലനിൽക്കുന്നതാണ്. അതുകൂടിയാണ് സന്യാസം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗൃഹസന്യാസം രൂപീകരിച്ചത്. അതിൽ ഗുരുനാഥനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അടിയന് വരദാനം പോലെ ലഭിച്ച ഈ ഒരു ഔഷധത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണവിശേഷങ്ങളും നിങ്ങളോട് പറയാൻ പലരും ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡിൽ ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ പിടകാന്തക തൈലം എന്താണതിന് ഇത്രയൊക്കെ വിശേഷം എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. നമ്മുടെ പൊക്കിളിൻ്റെ പ്രാധാന്യം നമുക്കറിയാലോ. ശരീരത്തിലെ എല്ലാ നാഡീ ഞരമ്പുകളും വന്ന് സംഗമിക്കുന്ന ഒരു സംഗമസ്ഥാനമാണ്, ഹിമാലയമാണ് പൊക്കിൾ. അവിടെ നമ്മുടെ മാതാവുമായിട്ടുള്ള ബന്ധവും അവിടെയുണ്ട്. ആ പൊക്കിളിൽ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും നിഷ്പ്രയാസം എത്തിക്കാൻ നമുക്ക് കഴിയും. ഇത് തന്നെയാണ് ഈ പിടകാന്തക തൈലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രമേഹം മുതൽ ക്യാൻസർ വരെ, ജലദോഷം മുതൽ വന്ധ്യത വരെ, മാനസിക രോഗങ്ങൾക്ക് പോലും ഈ ഔഷധം ഫലപ്രദമാണെന്ന്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായി അത് വിതരണം ചെയ്തു വരുന്നുണ്ട്. വളരെ കഷ്ടത്തിലുള്ള രോഗികൾക്ക് തികച്ചും സൗജന്യമായിട്ട് നൽകി വരുന്നുണ്ട്. പലരും അതിൻ്റെ ഗുണഫലങ്ങൾ, കീമോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വളരെ വലുതാണ്. നമ്മൾ ക്യാൻസർ രോഗികൾക്ക് ഇത് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലം അറിയാം. അഥവാ അതിന് ഗുണഫലം ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2 പേർ മാത്രമാണ് എന്നോട് ഗുണമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഞാൻ ആ മുഴുവൻ തുകയും തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന യാതൊരു ചികിത്സയും അവസാനിപ്പിക്കേണ്ടതില്ല. അതോടൊപ്പം രോഗത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് രാത്രി കിടക്കാൻ നേരം 1-2 തുള്ളി മരുന്ന് പൊക്കിളിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. പൊക്കിളിൽ പുരട്ടിയിടുക, സുഖമായി കിടന്നുറങ്ങുക. ഇതൊരു 3 മാസം ചെയ്യുവാനുള്ള 200 ml ബോട്ടിലാണ് നമ്മൾ നൽകുന്നത്. വെറും 850 രൂപയെ അതിന് ഈടാക്കുന്നുള്ളൂ. നിർമ്മാണ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെ വിശേഷകരമായ കുറേ പച്ചിലകളും എല്ലാം ചേരുന്നതാണ്. പ്രധാന ചേരുവ വെറ്റില നീരാണ്. അതേപോലെ ഒട്ടനവധി ഔഷധങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇതേ പർപ്പസിലൊക്കെ ഉള്ളോട്ട് കഴിക്കുന്ന ഒരു പോഷകാഹാരം നമ്മൾ നൽകുന്നുണ്ട്. നിത്യഹരി ചൂർണം എന്ന് പറയും. അതും ഇതിൻ്റെ അതേ സമാന ഗുണങ്ങളുള്ളതാണ്. പക്ഷേ നിത്യഹരി ചൂർണം ഉള്ളോട്ട് കഴിക്കേണ്ട മരുന്നാണ്. ഇത് പൊക്കിളിൽ പുരട്ടുകയാണ്. പ്രമേഹത്തിൽ നമ്മളത് പാൻക്രിയാസിൻ്റെ നേരെയും പുരട്ടും. പാൻക്രിയാസിനെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതികളാണ് ഈ ഒരു വീഡിയോയിൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. 200 ml ബോട്ടിൽ ആണ് നമ്മൾ നൽകുക. കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി കൊലിക്കുക. കൊലിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ഓക്സിജൻ പരമാവധി ആ മോളിക്കുള്ളിലേക്ക് കയറാൻ, എണ്ണയിലേക്ക് കയറാൻ വേണ്ടിയാണ്. അങ്ങനെ അത് അതേപടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇത് നെയ്യ് പോലെ ഉറച്ച ഒരു ഔഷധമായിട്ട് മാറും. അതിൽ നിന്ന് വിരൽ കൊണ്ട് ഒന്ന് തോണ്ടിയെടുത്ത് പൊക്കിളിൽ പുരട്ടി അത് ചൂടാകുന്നത് വരെ ക്ലോക്ക് വൈസ് ആയിട്ട് പുരട്ടുകയാണ് വേണ്ടത്. നമ്മുടെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് മുകളിലൂടെ വന്ന് താഴെ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പൊക്കിളിനുള്ളിൽ മാത്രം പുരട്ടിയിടുക. പിന്നീട് ജോലി ചെയ്യാതെ നമ്മൾ കിടക്കാൻ പോവുക. ഭക്ഷണം കഴിഞ്ഞ് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവൂ. മറ്റൊന്നും ഇതിനു വേണ്ടി ചെയ്യേണ്ടതില്ല. ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പൊക്കിൾ നന്നായി ഒന്ന് സോപ്പിട്ട് നന്നായി വൃത്തിയാക്കുക. പിന്നീട് അവിടെ ആ രീതിയിൽ നമ്മൾ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, തീവ്രത അനുസരിച്ച്, അതായത് വാദ രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് നമ്മൾ ഇതോടൊപ്പം ചെയ്യേണ്ട കുറച്ച് ഭക്ഷണ കാര്യങ്ങളും വ്യായാമങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ കാണാം ജീവയോഗ. ഇത് സർവരോഗ സംഹാരി എന്ന് തന്നെയാണ്
ഞാൻ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം അത്രയധികം ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന രോഗങ്ങളിൽ പോലും ഒരുപാട് നല്ല റിസൾട്ടുകൾ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആത്മീയ സാധകരോട് ഉപദേശിക്കുന്ന ഒരു മന്ത്രമാണിത്. രോഗശാന്തി മന്ത്രങ്ങൾ എനിക്ക് ഗുരുനാഥനായിട്ട് ധ്യാനത്തിൽ തന്നിട്ടുള്ള ഒരു മന്ത്രമാണ്. ഈ മന്ത്രം പതിവായിട്ട് ജപിക്കുക കൂടി ചെയ്താൽ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ത് തന്നെയായാലും, ഏത് രോഗമായാലും നിങ്ങൾക്കത് ആശ്വാസപ്പെട്ടിരിക്കും. നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ രോഗങ്ങൾ ഉണ്ടാക്കിയതെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ കർമ്മങ്ങളിൽ വന്നുപോയിട്ടുള്ള അപജയങ്ങൾ, തിരുത്തലുകൾ ആവശ്യമുള്ളവ അത് തിരുത്തി കഴിഞ്ഞാൽ രോഗങ്ങൾ പെട്ടെന്ന് മാറും. ആ ഒരു തിരുത്തലിലേക്കാണ് നിങ്ങളെ ഈ മന്ത്രങ്ങൾ നയിക്കുക. ഇതിൻ്റെ വിദ്യ പൂർണ്ണമായിട്ട് ആ ഷഡാധാര പ്രാണവിദ്യ പഠിക്കണമെന്നുള്ളവർക്ക് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ക്ലാസ് എങ്ങനെ പങ്കെടുക്കണം, എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് യാതൊരു രഹസ്യങ്ങളുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നേരിട്ട് വരിക പോലും ചെയ്യാതെ ഒരു മഹാരോഗത്തെ മാറ്റാനുള്ള വിദ്യയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്ന് ജീവയോഗ, ഒന്ന് രോഗശാന്തി മന്ത്രം, ഒന്ന് ഷഡാധാര പ്രാണവിദ്യ. ഇത് മൂന്നും ചേർന്നാൽ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ സാധിക്കാത്ത ഒന്നുമില്ല എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു 200 ml ബോട്ടിൽ നിന്ന് നമുക്ക് 100 രൂപയോളാണ് കിട്ടുക. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, പണം തന്നത് വാങ്ങാൻ ഇത് കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ ഇതിൽ ഇല്ലാഞ്ഞിട്ട് വെറുതെ കിട്ടിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതുന്നവർക്കൊക്കെ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. 5 പേരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെയോ ഓർഡറുകൾ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ സൗജന്യമായിട്ട് നൽകും. അതേപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മളോട് പറയുക. നമ്മളിപ്പോൾ 14 ജില്ലകളിലും 10 വീടുകൾ വീതം നിർമ്മിച്ച് നൽകാനുള്ള ഒരു പദ്ധതിയുണ്ട്. ജനങ്ങളൊന്നും സഹകരിക്കാത്തത് കൊണ്ട് മാത്രം അത് മുന്നോട്ട് പോകാതിരിക്കുകയാണ്. ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ ദയവായിട്ട് സമീപിക്കുക. നമുക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട, നമ്മൾ ഒരുപാട് നേടിയിട്ടാണ് ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് മടങ്ങിപ്പോകണം. ഇനി അധികം നാളില്ല എന്നുകൂടിയുള്ള ഒരു അറിവിൻ്റെ ബലത്തിലാണ് ഞാനിത് നിങ്ങളോട് ഈ സന്ദേശം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മഹാരോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ മരുന്നൊന്ന് എത്തിച്ചു കൊടുക്കുക. അവർ രക്ഷപ്പെടും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവരുടെ വേദനകൾ മാറും. പ്രമേഹം സുഖപ്പെടും, പാൻക്രിയാസ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു മഹാരോഗം ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആന്തരിക അവയവങ്ങളുടെ ഉള്ളിലുള്ള കേടുകൾ, വേണ്ടാത്ത സെല്ലുകൾ കളയും. മുഴകളെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മാറിടത്തിലും ഗർഭപാത്രത്തിലും ഒക്കെ ഉണ്ടാകുന്ന മുഴകൾ അത് ചുരുങ്ങിപ്പോകും. അപ്പോൾ പലപ്പോഴും ഓപ്പറേഷൻ ഒഴിവാക്കാം. ഇത് പറഞ്ഞതുകൊണ്ട് ഇത് മാത്രം മതി എന്ന് വിചാരിക്കരുത്. ഇതോടൊപ്പം നമ്മൾ ഒരു ഭക്ഷണശീലം ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. അവരെന്തെങ്കിലും ഒരു മരുന്ന്, ആയുർവേദമായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ഏതായാലും ആ മരുന്നുകൾ തുടരണം. അവയോടൊപ്പം ചെയ്യാനുള്ള ഒരു തൈലമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുക. ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. നമസ്തേ.